ജമ്മുകശ്മീരിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ സമഗ്ര പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. മന്ത്രിമാരും സെലിബ്രിറ്റീസും കശ്മീർ സന്ദർശിക്കും. ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. അഡ്വഞ്ചർ ടൂറിസവും തീർത്ഥാടനവും പ്രോത്സാഹിപ്പിക്കാനും തീരുമാനമായി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആ മേഖലയിലെ എല്ലാ വ്യവസായങ്ങളും അല്ലെങ്കിൽ ഈ വ്യാപാര മേഖലകൾ, ടൂറിസം മേഖല എല്ലാത്തിനും വലിയ തകർച്ചയുണ്ടായിരുന്നു. അതിലിപ്പോൾ സർക്കാർ ഇടപെടൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ്, ഏത് രീതിയിലാണ് പുതിയ പദ്ധതികൾ? പ്രജിൻ, പഹൽഗാം ഭീകരാക്രമണം വലിയ തോതിൽ ജമ്മു കശ്മീരിന്റെ ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട്. കാരണം ടൂറിസ്റ്റുകൾക്ക് നേരെയാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത് എന്നത് തന്നെ സംസ്ഥാനത്തേക്ക് വിനോദസഞ്ചാരത്തിനായി എത്താൻ ടൂറിസ്റ്റുകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെയാണ് അതിന് പിന്നാലെ നടന്ന ഇന്ത്യ പാക് സംഘർഷ സാഹചര്യവും ടൂറിസം മേഖലയെ കടുത്ത തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇത് സമഗ്ര മേഖലകളെയും ടൂറിസവുമായി ബന്ധപ്പെട്ട നേരിട്ട് ജോലി ചെയ്യുന്നവർക്കപ്പുറം വ്യവസായ മേഖലയെ ഉൾപ്പെടെ കടുത്ത തോതിൽ ബാധിച്ച ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഇത് പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ യോഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ജമ്മു കശ്മീർ സന്ദർശനത്തോട് അനുബന്ധിച്ച് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനങ്ങളും കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും സംസ്ഥാനത്ത് നിലവിലുള്ള ടൂറിസം കേന്ദ്രങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ശക്തമാക്കുക, കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഒരു തീരുമാനം. മറ്റൊന്ന്, പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയ ഏതാണ്ട് 50-ലേറെ ടൂറിസം കേന്ദ്രങ്ങൾ ജമ്മു കശ്മീരിലുണ്ട്. ഇവയിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുക, ഒപ്പം തീർത്ഥാടനവും അഡ്വഞ്ചർ ടൂറിസത്തെയും പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.